ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററാണ്. ചലനത്തെക്കുറിച്ചും ചലന നിയമങ്ങളെക്കുറിച്ചും. ഓക്കെ, ഒരു മോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പോയിന്റിൽ നിന്നും നമ്മൾ മറ്റൊരു പോയിന്റിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഷൻ എന്ന് പറയുന്നത്. ഈ മോഷൻ നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഒരു വസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞു, ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക്. അപ്പോൾ അക്കോർഡിംഗ് ടു ദാറ്റ് പോയിന്റ്, ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് പോയിന്റ് ആൻഡ് ദ ഒബ്ജക്റ്റ് ഇസ് ചേഞ്ച്, നമുക്ക് എന്ത് പറയാം? ഇറ്റ് ദ ബോഡി ഈസ് മോഷൻ. ഓക്കെ, അപ്പോൾ ഒരു റെഫറൻസ് പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു ബോഡി മൂവ് ചെയ്തോ ഇല്ലയോ എന്ന് പറയുന്നത്. അത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ന് പഠിക്കുന്നത് ഈ മോഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ്, അതിനായിട്ടുള്ള ഇക്വേഷൻസ് എങ്ങനെയാണ്, അതാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണുന്നുണ്ടാവും അല്ലേ? രണ്ട് കുട്ടികൾ ചേർന്ന് ഒരേ സൈഡിൽ നിന്നും 50 ന്യൂട്ടൺ, ഫസ്റ്റ് 3.1 ഇമേജ് നോക്കുക, 50 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ച് ഒരേ ഡയറക്ഷനിലേക്ക് ആ ടേബിളിനെ പുഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ആ ടേബിളിന് ചെറിയൊരു ചലനം ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് പിക്ചറിൽ എന്താ കാണുന്നത്? ഈക്വൽ എമൗണ്ട് ഓഫ് ഫോഴ്സ്, അതായത് 50 ന്യൂട്ടൺ തന്നെ ഉപയോഗിച്ച് രണ്ട് കുട്ടികൾ രണ്ട് വശത്ത് നിന്നും, ഓപ്പോസിറ്റ് സൈഡുകളിൽ നിന്നും ഈക്വൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു ടേബിളിനെ പുഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ ഈക്വൽ ഫോഴ്സ് ഉപയോഗിച്ച് സെയിം സൈഡിൽ നിന്നും പുഷ് ചെയ്യുന്നു. സെക്കൻഡ് ഫിഗറിൽ സെയിം ഫോഴ്സ് ഉപയോഗിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും പുഷ് ചെയ്യുന്നു. ഓക്കെ, ഇത് രണ്ട് ഫിഗറിൽ ഏത് ഫിഗറിലായിരിക്കും ടേബിൾ മൂവ് ചെയ്യുക? ഫസ്റ്റ് ഫിഗറിൽ അല്ലേ? കാരണം എന്താണ്? സെയിം ഡയറക്ഷനിലേക്ക് F1ഉം F2ഉം അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടും കൂടെ 100 ന്യൂട്ടൺ ഫോഴ്സാണ് ആ ടേബിളിൽ നമ്മൾ ഏൽപ്പിക്കുന്നത്. പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നും F1 F2 എന്ന 50 ന്യൂട്ടൺ ഈക്വൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ക്യാൻസൽസ് ഈച്ച് അതർ. സോ എന്ത് ചെയ്യും? ആ ടേബിളിന് മൂവ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. ഓക്കെ, ദെൻ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഫിഗർ 3.3യിൽ എന്താണ് കാണുന്നത്? എ ബോയ് ഈസ് pushing that table using 40 Newton force and a man is pushing that using 80 Newton force. അല്ലേ? അപ്പോൾ ഒരാൾ 80 അതിനെ ഒരു ഡയറക്ഷനിലേക്ക് തള്ളുന്നു. ദെൻ നെക്സ്റ്റ് ബോയ്, ആ ബ്ലൂ ഡ്രസ് ഇട്ട ബോയ് എന്താണ്? 40 ന്യൂട്ടൺ ഫോഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ F1 പോസിറ്റീവ് ആയിട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് F2 നെഗറ്റീവ്. ഓക്കെ, എങ്ങനെയാണോ നമ്മൾക്ക് സൗകര്യം അങ്ങനെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അപ്പോൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് എത്രയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് 80 - 40 എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഫോഴ്സ് കൂടിയ ആളാണ്, അവിടെ ആ ഡയറക്ഷനിലോട്ട് മൂവ്മെൻറ്റ് വരും. ഓക്കെ, ഫോഴ്സ് കൂടുതൽ ആർക്കാണ്? F1-നാണ് അല്ലേ? അപ്പോൾ F1 - F2 എന്താണ്? 80 - 40, ഒരു 40 ന്യൂട്ടൻ്റെ ഫോഴ്സ് കൂടുതലാണ് അല്ലേ? അപ്പോൾ F1 മൂവ് ചെയ്യുന്നത് ഒരു 40 ന്യൂട്ടൺ ഫോഴ്സ് കൂടുതലായതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹം പുഷ് ചെയ്യുന്ന ഭാഗത്തേക്ക് ആ ടേബിൾ മൂവ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫിഗറാണ് 120 ന്യൂട്ടൺ ഉപയോഗിച്ചിട്ട് രണ്ട് പേര് പഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? F1ഉം F2ഉം ഈക്വൽ ഫോഴ്സ് ആയതുകൊണ്ട് രണ്ട് സൈഡിലേക്കും മൂവ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. കാരണം എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ക്യാൻസൽസ് ഈച്ച് അതർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ് ഫിഗറിൽ എന്താ കാണുന്നത്? രണ്ട് സൈഡിൽ നിന്നും, ഒരു സൈഡിൽ 400 ന്യൂട്ടനും ഓപ്പോസിറ്റ് സൈഡിലേക്ക് 300 ന്യൂട്ടൻ്റെയും ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഏറ്റവും കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആരാണോ ആ സൈഡിലുള്ളവർ വിൻ ചെയ്യും. ഓക്കെ, ദെൻ അപ്പോൾ എന്താണ്? ഈ സിറ്റുവേഷനുകളിലെല്ലാം നമ്മൾക്ക് എന്താണ്? ഓരോ സാഹചര്യങ്ങളിലും എക്സ്റ്റേണൽ ഫോഴ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനനുസരിച്ച് റിസൾട്ടൻറ്റ് ഫോഴ്സ് എങ്ങനെയാണ് അത് മനസ്സിലാവും. ഓക്കെ, അതുപയോഗിച്ച് ഈ ടേബിളൊന്ന് നിങ്ങൾ ഫില്ല് ചെയ്ത് നോക്കുക. ഇതുവരെ ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് നോക്കുക. ദെൻ
ഈ ടേബിൾ നമുക്ക് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. എന്താണ്? ഇൻ വിച്ച് ഓഫ് ദീസ് സിറ്റുവേഷൻ ഡെപ്പിക്റ്റഡ് ഇൻ ദ ഫിഗർ ഡിഡ് ദ ടോട്ടൽ അപ്ലൈഡ് ഫോഴ്സ് ബിക്കം 0? എപ്പോഴാണ് ടോട്ടൽ അപ്ലൈഡ് ഫോഴ്സ് 0 ആവുന്നത്? ആ റെസ്ലർ അല്ലേ 120 ന്യൂട്ടൺ വീതം അപ്ലൈ ചെയ്യുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണെങ്കിൽ എന്താണ്? ടോട്ടൽ ഫോഴ്സ് ബിക്കം 0. ഡസ് ദ ബോഡി മൂവ് ഇൻ ഓൾ ദീസ് സിറ്റുവേഷൻ? എന്താണ്? എല്ലാ സിറ്റുവേഷനിലും ബോഡി മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണെങ്കിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ബോഡി വിൽ നോട്ട് മൂവ്. എന്നിട്ട് അതല്ലെങ്കിലോ പിന്നെന്താണ്? ഓപ്പോസിറ്റ് അല്ലാതെ, അതായത് ഈ റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 അല്ലാത്ത സാഹചര്യങ്ങളിൽ മാത്രമാണ് ആ ബോഡിക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 ആവുന്ന കണ്ടീഷനെ നമ്മൾ എന്ത് പറയുന്നു? ബാലൻസ്ഡ് ഫോഴ്സസ് എന്ന് പറയുന്നു. Okay, if the total force or the resultant force of a body is 0, that applied force are called balanced force. Such forces can neither move a body at rest nor stop a body in motion. ഇത്തരത്തിലുള്ള റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 ആയിട്ടുള്ള ബാലൻസ്ഡ് ഫോഴ്സുകൾക്ക് ഒരു റെസ്റ്റിലിരിക്കുന്ന ബോഡിയെ മൂവ് ചെയ്യാനോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാനോ സാധിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ആക്ടിവിറ്റിയാണ് തന്നിരിക്കുന്നത്. ഒരു പുള്ളിയിലൂടെ നമ്മളൊരു സ്ട്രിങ് ഹാങ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വെയ്റ്റുകളാണ് ബാലൻസ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, 2 പുള്ളീസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു വുഡൻ ബ്ലോക്കിനെ ബേസ് ചെയ്തിട്ട് ആ 2 പുള്ളിയിലെയും സ്ട്രിങ്ങിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രീ എൻഡിലേക്ക് ഈക്വൽ വെയ്റ്റ് സസ്പെൻഡ് ചെയ്യുന്നു. When equal weights are suspended on either sides, is the force on the wooden block balanced or unbalanced? Equal weight ആണെങ്കിൽ എന്താണ്? The force will be balanced. Will the wooden block move in the above situation? 2 സൈഡും ഈക്വൽ വെയ്റ്റ് ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ആ വുഡൻ ബ്ലോക്കിന് മൂവ്മെൻറ്റ് ഉണ്ടാവുമോ? നോ. ആഡ് മോർ വെയ്റ്റ് ടു വൺ സൈഡ് ഇഫ് ദ ഫോഴ്സ് ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ് നൗ. നമ്മൾ ഒരു വെയ്റ്റ് കൂടെ അതിലേതെങ്കിലും ഒരു സൈഡിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദ ഫോഴ്സ് ബിക്കം അൺബാലൻസ്ഡ്. ഓക്കെ, ആൻഡ് ഈസ് ദർ എനി മൂവ്മെൻറ്റ് ഫോർ ദ വുഡൻ ബ്ലോക്ക്? എന്താണ് വുഡൻ ബ്ലോക്കിന്? അപ്പോൾ എന്ത് സംഭവിക്കും? വെയ്റ്റ് കൂടുമ്പോൾ അവിടെ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടായി. ഡ്യൂ ടു ദാറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് ദ വുഡൻ ബ്ലോക്ക് മൂവ് ടുവേർഡ്സ് ദി ഡയറക്ഷൻ ഓഫ് ദ അൺബാലൻസ്ഡ് ഫോഴ്സ്. If more weights are added gradually, what will be the change in the speed? എന്താണ്? വെയ്റ്റ് കൂടുന്തോറും സ്പീഡ് കൂടും അല്ലേ? ഫോഴ്സ് കൂടുകയാണ്. വെയ്റ്റ് കൂടുക മീൻസ് എന്താണ്? സ്പീഡ് കൂടുകയാണ്. സോ എന്താണ്? മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു. വെയ്റ്റ് കൂടുമ്പോൾ ഫോഴ്സ് കൂടുന്നു. സോ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു. ബൈ ഗ്രാജുവലി ഇൻക്രീസിങ് വെയ്റ്റ് ടു ദ സൈഡ് ഹാവിങ് ലോവർ വെയ്റ്റ് ക്യാൻ യു ചേഞ്ച് ദ പ്രസൻറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ? എന്താണ്? അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു സൈഡ് ഇടുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സൈഡിലേക്ക് വെയിറ്റ് ആഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും അല്ലേ? കാരണം എന്താണ്? വെയിറ്റ് ബാലൻസ്ഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ മൂവ്മെൻറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ വെയിറ്റ് കൂട്ടുന്തോറും എന്താണ്? ആ റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു അല്ലേ? അപ്പോൾ എന്താണ്? റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 ആകുമ്പോൾ അത് ബാലൻസ്ഡ് ഫോഴ്സായി. സോ മൂവ്മെൻറ്റ് നമുക്കവിടെ നിൽക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് പറയാൻ സാധിക്കുന്നത്? വെൻ ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ എ ബോഡി ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓർ സ്പീഡ്. എന്താണ്? നമ്മളൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് എന്തിന് സാധിക്കും? ഒരു ബോഡിയുടെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് മോഷൻ, അതുമല്ലെങ്കിൽ മോഷൻ്റെ സ്പീഡ് എന്നിവ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഈ ഫിഗറിൽ കാണുന്ന എന്താണ്? അതായത് എ മാൻ ഈസ് പുഷിങ് ദ വെഹിക്കിൾ ഫ്രം ദാറ്റ് വെഹിക്കിൾ അല്ലേ? ആ വെഹിക്കിളിന് മുകളിൽ തന്നെ നിന്നിട്ട് ആ വെഹിക്കിളിനെ പുഷ് ചെയ്യാണ്. അങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ വെഹിക്കിൾ മൂവ് ചെയ്യുമോ? ഇല്ല അല്ലേ? വെൻ ഇഫ് ദ സെയിം വെഹിക്കിൾ ഫ്രം ഔട്ട്സൈഡ്, എന്താണ്? ഈ ആ സെയിം വെഹിക്കിളിനെ തന്നെ പുറത്ത് നിന്ന് താഴെ നിന്നിട്ടാണ് പുഷ് ചെയ്യുന്നതെങ്കിലോ ഇറ്റ് വിൽ മൂവ്. വിൽ ഇറ്റ് പോസിബിൾ ടു ലിഫ്റ്റ് എ ചെയർ വെൽ സിറ്റഡ് ഓൺ ഇറ്റ്? എന്താണ്? ഒരു ചെയറിൽ ഇരുന്നു കൊണ്ട് ആ ചെയറിനെ ഉയർത്തുക എന്നുള്ളത് സാധ്യമായ കാര്യമാണോ?
അല്ല അല്ലേ. ഇറ്റ് ക്യാൻ ബി ലിഫ്റ്റഡ് ഓൺലി വെൻ വി പ്രസ് അവർ ഫീറ്റ് ഓൺ ദ ഗ്രൗണ്ട്. എന്താണ്, നമ്മൾ താഴെ നിന്നുകൊണ്ട് നമ്മൾ ആ ചെയർ ഉയർത്താൻ നോക്കിയാൽ മാത്രമേ നമുക്ക് ആ ചെയറിന് ഉയർത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ ഇൻറ്റേർണൽ ഫോഴ്സ് കൊടുത്തുകൊണ്ട് നമ്മൾക്കൊരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ എങ്ങനെ സാധിക്കും? അപ്പോൾ എന്താണ്, ഇൻറ്റേർണലായിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് പകരം എക്സ്റ്റേർണലി അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ നൽകുന്ന ഫോഴ്സിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്കപ്പോൾ അതെങ്ങനെ പറയാം? The internal force cannot move an object, but only an external unbalanced force can cause its motion. എന്താണ്, ഒരു മോഷൻ ഉണ്ടാക്കാൻ ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? an external unbalanced ഫോഴ്സിന് മാത്രമേ സാധിക്കുള്ളൂ. ഓക്കെ, ഈ കൺസെപ്റ്റ് കണ്ടെത്തിയ ആളാണ് ഗലീലിയോ ഗലീലി എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം ചെയ്ത ഒരു എക്സ്പെരിമെൻ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. 2 സ്മൂത്ത് സർഫസസ് ആർ അറേഞ്ച്ഡ് വിത്ത് സെയിം സ്ലോപ്പുള്ള 2 സ്മൂത്ത് സർഫസുകൾ അവർ പ്ലേസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? എ ബോൾ ഈസ് അലൗഡ് ടു റോൾ ഫ്രം ദ ഡെഫിനിറ്റ് ഹൈറ്റ് അലോങ് ദ സർഫസ് എ. ആദ്യത്തേതിൽ നിന്നും എന്ത് ചെയ്തു? ഒരു ബോൾ മുകളിൽ നിന്നും താഴോട്ട് ഉരുട്ടി വിട്ടു. The ball seemed to attain the definite speed when it reaches the bottom. എന്താണ്, ആ ബോൾ ഒരു സ്പീഡോടുകൂടി തന്നെ താഴോട്ട് വരുന്നതായിട്ട് കാണപ്പെട്ടു. What happens to its speed when it rolls upwards along the surface B? എന്താണ്, അത് അടുത്തടുത്തായതുകൊണ്ട് ഒന്നിൽ നിന്നും താഴോട്ട് വന്നിട്ട് നെക്സ്റ്റിലോട്ട് അത് കയറാൻ ശ്രമിക്കും അല്ലേ. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ് സ്പീഡ് വെൻ ഇറ്റ് റോൾസ് അപ്വേർഡ് അലോങ് ദ സർഫസ് ബി? ബിയിലോട്ട് കയറാൻ നോക്കുകയാണെങ്കിൽ എന്താണ്, സ്പീഡ് കുറവായിരിക്കും. വാട്ട് ഡു യു ഒബ്സർവ് വെൻ ദ സ്ലോപ്പ് ഓഫ് ദ സർഫസ് ഈസ് റെഡ്യൂസ്ഡ്? സ്ലോപ്പ് അളവ് കുറയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കുറച്ചുകൂടെ ഈസിലി അത് മുകളിലേക്ക് റോൾ ചെയ്യാൻ സാധിക്കും. ദ ബോൾ റീച്ചസ് ദ സെയിം ഹൈറ്റ് എവറി ടൈം ദ സ്ലോപ്പ് ഈസ് റെഡ്യൂസ്ഡ്. എന്താണ്, സ്ലോപ്പ് റെഡ്യൂസ് ചെയ്യുന്തോറും ആ ബോളിന് കുറച്ചുകൂടെ ഹൈറ്റിലോട്ട് കയറാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? സ്ലോപ്പ് കുറയും തോറും ഡിസ്റ്റൻസ് വിത്ത് ദ ബോൾ ട്രാവൽഡ് വന്നിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഒരു ഹൊറിസോണ്ടൽ സർഫസ് ആണെങ്കിൽ ആ ബോളിന് ഇൻഫിനിറ്റ്ലി മൂവ് ചെയ്യാനുള്ള ഫോഴ്സ് കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, the ball come to rest instead of continuing in a state of motion indefinitely. ഓക്കെ, എന്താണ്, അത് റോൾ ചെയ്തുകൊണ്ടേ പോകും. In the absence of this force, the ball would have continued indefinitely in its uniform motion along a straight line. എന്താണ്, ഈ എക്സ്റ്റേണൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ ആ ബോൾ റോൾ ചെയ്ത് പോവും, അല്ലെങ്കിൽ ഡ്യൂ ടു ദ ഫ്രിക്ഷൻ അത് റോൾ ചെയ്യുന്നത് നിൽക്കും. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? ഈ യൂണിഫോം അല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് ആ യൂണിഫോം മോഷനിൽ സ്ട്രെയിറ്റ് ലൈൻ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കതിനെ എങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യാം? എ ബോഡി ഇൻ മോഷൻ ഡസൻ നീഡ് ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഫോർ ഇറ്റ് ടു കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെക്റ്റിലീനിയർ യൂണിഫോം മോഷൻ. നേർരേഖയിലുള്ള ഒരു ചലനത്തിന് ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കുന്നത് വരെ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? അതിൻ്റെ സ്ട്രെയിറ്റ് റെക്റ്റിലീനിയർ മോഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഗലീലിയോ ഗലീലിയെക്കുറിച്ച് നോക്കാം. എന്നിട്ട് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിസ്കസ് ചെയ്യാം. ഗലീലിയോ ഗലീലി എന്ന് പറയുന്നത് സയൻസിലെ ഡിഫറെൻറ്റ് ഫീൽഡുകളിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ച വളരെ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹമാണ് ഈ ടെലിസ്കോപ്പ് പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആദ്യമായി കണ്ടെത്തിയത്. ഓക്കെ, he conducted studies on Aristotle's argument that heavier object will fall down faster. എന്താണ്, അരിസ്റ്റോട്ടിൽ പറഞ്ഞിരുന്നു വെയിറ്റ് കൂടിയ സബ്സ്റ്റൻസ് ഉയരത്തിൽ നിന്നും വേഗത്തിൽ താഴേക്ക് വീഴുന്നു എന്ന്. പക്ഷേ എന്താണ്, അദ്ദേഹം പിസ ടവറിൽ വെച്ചിട്ട് ആ എക്സ്പെരിമെൻ്റ് ട്രൈ ചെയ്ത് നോക്കുകയും അത് തെറ്റാണെന്ന് തെളിയിക്കുകയും ചെയ്തു. He wrote his fine scientific book, The Little Balance, between 1585 and 1592. He proved that the distance traveled by the body with uniform acceleration is directly proportional to the square of the time.
എന്താണ് പറയുന്നത്, ഈ ഒരു ബോഡിയുടെ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ ടൈം ഓഫ് ദ സ്ക്വയർ ഓഫ് ദ ടൈം എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അദ്ദേഹത്തിൻ്റെ ടെലസ്കോപ്പ് വളരെ പവർഫുള്ളായ ഒന്നായിരുന്നു. അദ്ദേഹം ജൂപ്പിറ്ററൊക്കെ കണ്ടെത്തിയിരുന്നു. ഓക്കെ, ദെൻ എന്താണ്, ഹി യൂസ് ഹിസ് ടെലസ്കോപ്പ് ടു ഒബ്സർവ് റിങ്സ് ഓഫ് സാറ്റേൺ. ദെൻ ഹി വർക്ക്സ് ആസ് സ്റ്റാറി മെസ്സഞ്ചർ അബൌട്ട് സ്കൈ ഒബ്സർവേഷൻ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സ്കൈ ഒബ്സർവേഷനെ കുറിച്ചിട്ടുള്ള വർക്കാണ് സ്റ്റാറി മെസ്സഞ്ചർ എന്നുള്ളത്. ഓക്കെ, പിന്നെന്താണ്, ഡിസ്കോസ് ഓൺ ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റ് ആൻഡ് ലെറ്റേഴ്സ് ഓൺ സൺസ്പോട്ട്സ് അബൌട്ട് സൺസ്പോട്ട്സ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കുകളാണ് പേര് തന്നിരിക്കുന്നത്. സ്റ്റാറി മെസ്സഞ്ചേഴ്സ്, ഡിസ്കോസ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ്, ലെറ്റേഴ്സ് ഓൺ സൺസ്പോട്ട്സ് എക്സെട്ര. ഓക്കെ, നമുക്കിനി ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ എന്തു പറഞ്ഞു, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള അൺബാലൻസ്ഡ് ഫോഴ്സിന് മാത്രമേ ഒരു ഒബ്ജക്റ്റിനെ മോഷനിലേക്ക് മാറ്റാനും റെസ്റ്റിൽ നിന്നും മോഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനും അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ റെസ്റ്റിലേക്ക് മാറ്റാനും സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ പറയുന്നത്, എവറി ബോഡി കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ along a straight line unless an unbalanced external force acts on it. This is Newton's first law of motion. എന്താണ്, ഒരു ബോഡിയിൽ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ ആ ബോഡി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലോ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈനിലോ തന്നെ തുടരുമെന്നാണ് ന്യൂട്ടൻ്റെ ആദ്യത്തെ നിയമം പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, എവറി ഒബ്ജക്റ്റ് കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ along a straight line unless an unbalanced external force acts on it. This is Newton's first law of motion. Okay, അപ്പോൾ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തത്, നമ്മുടെ ബോഡിയുടെ ഒരു ചില അവസ്ഥകൾ, അതായത് റെസ്റ്റിൽ അല്ലെങ്കിൽ മോഷനിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ചില ടെൻഡൻസികളെയാണ് നമ്മൾ ന്യൂട്ടൻ്റെ ആദ്യത്തെ നിയമം ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്. അത് 1-2 ആക്ടിവിറ്റികളിലൂടെ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാം. ഓക്കെ, എന്താണ് ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഒരു പേപ്പർ വയ്ക്കുന്നുണ്ട്, ആ പേപ്പറിന് മുകളിൽ ഒരു വാട്ടർ ബോട്ടിൽ വയ്ക്കുന്നുണ്ട്, എന്നിട്ട് നമ്മൾ ആ പേപ്പറിനെ പതുക്കെ ഒരു സൈഡിലോട്ട് വലിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ ആ പേപ്പർ വലിക്കുന്നതിന് മുൻപ് ആ പേപ്പറും ആ ബോട്ടിലും റെസ്റ്റിലാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, പതുക്കെ ആ പേപ്പർ പുറകിലേക്ക് വലിക്കുന്നു. പേപ്പർ പുറകിലേക്ക് വലിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമ്മൾ വലിച്ചതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ആ ബോട്ടിൽ വീഴുന്നത്. നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. അപ്പോൾ എന്താണ്, ആ ബോട്ടിൽ നമ്മൾ വലിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വീഴുന്നു. അതായത് ആ ബോട്ടിലിൻ്റെ ബേസ് ഭാഗം നമ്മൾ വലിക്കുന്ന ഫോഴ്സിനൊപ്പം വരികയും ടോപ്പ് ആ ഫോഴ്സ് ആ ഇനീഷ്യൽ പൊസിഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ബോട്ടിൽ പ്ലേസ് ചെയ്ത ആ പേപ്പർ നമ്മൾ പുൾ ചെയ്തപ്പോൾ ആ ബോട്ടിലിൻ്റെ ടോപ്പ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വീഴുന്നത്. ഓക്കെ, ദെൻ ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ടെൻഡൻസിയെ, അതായത് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിയെ നമ്മൾ എന്ത് പറയുന്നു, ടെൻഡൻസി ഓഫ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നു. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇസ് ദ ടെൻഡൻസി ഓഫ് എ ബോഡി ടു റിമൈൻ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അവസ്ഥയിൽ തന്നെ തുടരാനുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രവണതയെ, ടെൻഡൻസിയെ നമ്മൾ എന്ത് പറയുന്നു, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നു. Inertia of rest is the tendency of an object to remain in its state of rest or the inability to change its state of rest by itself. Okay. ഇനി നമുക്ക് ഇതിന് 1-2 എക്സാമ്പിളുകൾ നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്യാരം ബോർഡിൽ കോയിനുകൾ അടുക്കി വെച്ചിട്ട് അത് സ്ട്രൈക്കർ യൂസ് ചെയ്ത് സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബോട്ടം കോയിൻ മാത്രം എന്ത് ചെയ്യുന്നു, തെറിച്ച് പുറത്തു പോകുന്നു. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഓക്കെ, അപ്പോൾ ദെൻ ബസ് റെസ്റ്റിൽ നിന്നുകൊണ്ട്
പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പുറകിലേക്ക് മറിയും അല്ലേ? അത് എന്താണ്? റെസ്റ്റ് അവസ്ഥയിൽ നിന്നും മോഷൻ അവസ്ഥയിലേക്ക് മാറാനുള്ള ഒരു ഇനബിലിറ്റിയാണ് അവിടെ ഈ ബാക്ക്വേർഡ് ഫോളിന് കാരണമാവുന്നത്. അതെന്തിനുള്ള എക്സാമ്പിളാണ്? ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഇനേഷ്യ ഓഫ് റെസ്റ്റ്. അപ്പം നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ, വെൻ എ മൂവിങ് ബസ് ഈസ് സഡൻലി സ്റ്റോപ്ഡ്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ദ സ്റ്റാൻഡിങ് പാസഞ്ചർ ടെൻ ടു ഫോൾ ഫോർവേഡ്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇടുകയാണെങ്കിൽ നമ്മൾ മുൻവശത്തിലേക്ക് വീഴും അല്ലേ? അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഭാഗത്തിന് എന്താണ് ആ ബോഡിയുടെ ദ ബസ്സിൻ്റെ സെയിം കണ്ടീഷൻ ഫോളോ ചെയ്യാൻ സാധിക്കും. പക്ഷേ ദ ടോപ്പ് പാർട്ട് ഓഫ് അവർ ബോഡി have a tendency to continue in a state of motion. ഓക്കെ, എന്താണ്? ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ബസ്സിനൊപ്പം തന്നെ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ബോഡി ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താണ്? നമ്മുടെ കാല് ആ ബസ്സിൽ ഫിക്സഡ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? താഴെ ഭാഗം ബസ്സിന് എന്തവസ്ഥയാണോ മാറ്റം വന്നത് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ട് തന്നെ ഫിക്സഡ് ആവുന്നു. ബട്ട് നമ്മുടെ ടോപ്പ് മോസ്റ്റ് പാർട്ട് ഓഫ് ദ ബോഡി എന്ത് ചെയ്യുന്നു? ആ മോഷൻ അവസ്ഥയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനൊരു ടെൻഡൻസി കാണിക്കുന്നു. അതുകൊണ്ടാണ് സ്റ്റാൻഡിങ് പാസഞ്ചേഴ്സ് ലെഡ് ടു ഫോൾ ഫോർവേഡ്. മോഷനിൽ നിന്നും മാറാനുള്ള ഒരു ഇനബിലിറ്റിയെ നമ്മൾ എന്ത് പറയും? സെയിം തന്നെയാണ് ഇനേഷ്യ ഓഫ് മോഷൻ. അപ്പം നമുക്ക് ഇനേഷ്യ ഓഫ് മോഷനെ നമ്മൾക്ക് എങ്ങനെ നിർവചിക്കാം? Inertia of motion is the tendency of an body to remain in its state of motion or its inability to change its state of motion by itself. അതിൻ്റെ മോഷൻ മൂവ്മെൻറ്റ് ആയിട്ടുള്ള ആ ഒരു അവസ്ഥയെ ചേഞ്ച് ചെയ്ത് റെസ്റ്റിലേക്ക് വരാനുള്ള ഇനബിലിറ്റിയെ എന്ത് പറയാം? ഇനേഷ്യ ഓഫ് മോഷൻ എന്ന് പറയാം. ഓക്കെ, ദെൻ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആക്സിഡൻറ്റ്സ് ദാറ്റ് ഹാപ്പൻ ടു ദ പാസഞ്ചേഴ്സ് who do not wear seat belts are more fatal. എന്താണ്? സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതെ ഉള്ള ഡ്രൈവേഴ്സിൻ്റെ ആക്സിഡൻറ്റ് വളരെയധികം ക്രിട്ടിക്കലായിരിക്കും. കാരണം എന്താണ്? സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരം ആ സീറ്റുമായി ഒരു ടൈറ്റ് കോണ്ടാക്റ്റിൽ ഉണ്ടാവുന്നു. സോ ആ ഫോഴ്സായിട്ട് പോയി നമ്മൾ ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ ഡ്യൂ ടു ദ ഇനേഷ്യ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? normally continue to be have a tendency to continue in its state of motion. സോ നമ്മൾ ഫ്രണ്ടിലോട്ട് വീഴും. അപ്പോൾ ആ വീഴുന്നതാണ് ആക്സിഡൻറ്റിന് കാരണമാവുന്നത് അല്ലേ? നമ്മുടെ ഫേസ് എവിടെയെങ്കിലും ചെന്നിടിക്കും, അത് വലിയ അപകടം ഉണ്ടാക്കും. പക്ഷേ നമ്മൾ സീറ്റ് ബെൽറ്റ് വിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർ ബോഡി ഈസ് ഇൻ ടൈറ്റ് കോണ്ടാക്ട് വിത്ത് ദ സീറ്റ്. സോ എന്താണ്? വെൻ വി അപ്ലൈ ദ ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ബോഡി കാറിൻ്റെ സ്റ്റോപ്പ് ചെയ്യുന്ന കണ്ടീഷൻ, അതായത് നമ്മുടെ സീറ്റുമായിട്ട് നമ്മൾ ചേർന്നതായതുകൊണ്ട് നമ്മുടെ ബോഡി എന്ത് ചെയ്യും? സീറ്റിൽ തന്നെ നിൽക്കും. ഓക്കെ, സോ എന്ത് ചെയ്യില്ല? നമ്മൾ ഡ്യൂ ടു ദ ഇനേഷ്യ നമ്മൾ ഫ്രണ്ടിലോട്ട് വീഴുന്നില്ല. സോ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിഡൻറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ നമ്മൾക്ക് സാധിക്കും. അപ്പോൾ നമ്മൾക്ക് ഇനേഷ്യ എങ്ങനെ ജനറലി പറയാം? ഇനേഷ്യ ഇസ് ദ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ബൈ ഇറ്റ് സെൽഫ്. എന്താണ് ഇനേഷ്യ? ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ബൈ ഇറ്റ് സെൽഫ്. ഓക്കെ, നമുക്ക് ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആൻഡ് ഇനേഷ്യ ഓഫ് മോഷൻ്റെ ചില എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ റെസ്റ്റിൽ നിന്ന് മാറാനുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഇന്നബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ എന്താണ്? ഇഫ് നമ്മൾ കാറ്റൊക്കെ അടിക്കുമ്പോൾ മാംഗോ ട്രീയിൽ നിന്നും എന്ത് വീഴുന്നു? മാങ്ങ താഴേക്ക് വീഴുന്നു. ഓക്കെ, അപ്പോൾ എന്താണത് പറയുന്നത്? വെൻ ദ ബ്രാഞ്ചസ് ഓഫ് ദ മാംഗോ ട്രീ ഈസ് ഷേക്കൺ മാംഗോ ജസ്റ്റ് ഫോൾ ആസ് വെൻ ദ ബ്രാഞ്ച് സ്റ്റാർട്ട് മൂവിങ്. ബ്രാഞ്ചസ് മൂവിങ് അവസ്ഥയിലേക്ക് മാറി, പക്ഷേ എന്താണ്? മാംഗോസിന് റെസ്റ്റിൽ തന്നെ നിൽക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുന്നു. സോ എന്താണ്? അതിൻ്റെ നെറ്ററ്റിട്ട് അത് താഴോട്ട് വീഴുന്നു. ഓക്കെ, അതൊരു എക്സാമ്പിൾ ഓഫ് ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണ്. ദെൻ ലൈക്ക് ദിസ് ഇനേഷ്യ ഓഫ് മോഷന് മറ്റൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്, റണ്ണിങ് അത്ലറ്റ് കനോട്ട് സ്റ്റോപ്പ് ഹിംസെൽഫ് അബ്രപ്റ്റ്ലി അറ്റ് ദ ഫിനിഷിംഗ് ലൈൻ ഇൻ എ റേസ്. റേസിൽ
അത്ലറ്റിന് ആ ഫിനിഷിംഗ് പോയിന്റ് എത്തിയിട്ട് സഡൻലി സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല. എന്ത് ചെയ്യും? അവർ കുറച്ചുകൂടെ ഡിസ്റ്റൻസ് ഫ്രണ്ടിലേക്ക് ഓടാറുണ്ട് അല്ലേ? അതെന്താണ്? അവരുടെ ബോഡിക്ക് പെട്ടെന്ന് ആ മോഷൻ എന്നുള്ള ആ സ്റ്റേറ്റിൽ നിന്നും റെസ്റ്റ് സ്റ്റേറ്റിലോട്ട് മാറാൻ കഴിയില്ല. സോ എന്താണ്? അത് കുറച്ച് ഡിലേ എടുക്കുന്നു. ഓക്കെ, അതാണ് ഒന്ന് എക്സാമ്പിൾ ഓഫ് ഇനേർഷ്യ ഓഫ് മോഷൻ. ഇത്തരത്തിലുള്ള ഒരുപാട് എക്സാമ്പിളുകൾ നമ്മുടെ ഡെയിലി ലൈഫ് സിറ്റുവേഷൻസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ അത്ലറ്റിൻ്റെ തന്നെ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്താണ്? ഇപ്പോൾ ഓടി വന്നിട്ട് ചാടാറുണ്ട്. അതായത് ലോങ് ജമ്പ് സമയങ്ങളിൽ ഓടി വന്നിട്ട് ചാടുന്നത് കണ്ടിട്ടുണ്ട്. എന്തിനാണ് അവർ ഓടി വന്ന് ചാടുന്നത്? വൈൽ ദാറ്റ് റണ്ണിങ് അവരുടെ ബോഡി എന്ന് പറയുന്നത് ഒരു എമൗണ്ട് ഓഫ് സ്പീഡിൽ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓടി വന്നിട്ട് ചാടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഡ്യൂ ടു ദിസ് ഇനേർഷ്യ ഓഫ് മോഷൻ അവർ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് അവർക്ക് ചാടാൻ സാധിക്കും. ലോങ് ഡിസ്റ്റൻസ് അവർക്ക് കവർ ചെയ്യാൻ സാധിക്കും. ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് മറ്റൊരു എക്സാമ്പിളാണ് നമ്മൾ ചവിട്ടിയൊക്കെ എടുത്തിട്ട് കുടയുന്ന സമയങ്ങളിൽ പൊടിപടലങ്ങൾ താഴോട്ട് വീഴുന്നത്. ഓക്കെ, വൈൽ ഷേക്കിംഗ് ദ കാർപ്പറ്റ് എന്ത് സംഭവിക്കുന്നു? കാർപ്പറ്റ് ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ. പക്ഷേ അത്രയും സമയം ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഏത് അവസ്ഥയിലായിരുന്നു? ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവർക്ക് എന്താണ്? റെസ്റ്റിൽ നിന്നും മോഷനിലോട്ട് ചേഞ്ച് ചെയ്യാനുള്ളൊരു ടെൻഡൻസി അവിടെ കുറയുന്നു. ഓക്കെ, ആ ഇനബിലിറ്റി കാരണമാണ് നമ്മൾ കാർപ്പറ്റ് കുടയുമ്പോൾ അതിൽ നിന്നും ഡസ്റ്റ് പാർട്ടിക്കിൾസ് താഴെ വീഴുന്നത്. അപ്പോൾ ലൈക്ക് ദിസ് ഇനേർഷ്യ ഓഫ് റെസ്റ്റിനും ഇനേർഷ്യ ഓഫ് മോഷനും ഒരു എക്സാമ്പിൾസ് ഡെയിലി ലൈഫ് സിറ്റുവേഷനിൽ നിന്നും എക്സാമ്പിൾസ് കണ്ടെത്തിയിട്ട് എഴുതുക. ദെൻ എന്താണ്? ഇനി മാസ് ആൻഡ് ഇനേർഷ്യ. ഇനേർഷ്യയ്ക്ക് മാസുമായുള്ള റിലേഷൻ എന്താണ്? ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ വൈൽ റണ്ണിങ് ത്രൂ എ ഫോറസ്റ്റ് എലിഫൻ്റ് ഈസ് ഫോളോയിങ്. നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് റൺ സിക്സാക്ക് എന്നാണ്. നമ്മൾ സിക്സാക്കായിട്ട് ഓടണം എന്ന് പറയും. വളഞ്ഞ് ഓടണം. കാരണം എന്താണ്? ദിസ് ടു ദ ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. അതായത് മാസ് കൂടുതലുള്ള ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു അനിമലാണ് എലിഫൻ്റ് എന്ന് പറയുന്നത്. സോ എന്താണ്? ആ റണ്ണിങ് ടൈമിൽ എലിഫൻറ്റിന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് എന്താണ്? മാസ് കൂടുതലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്? ഗ്രേറ്റർ മാസ് ആവുമ്പോൾ ഇനേർഷ്യ കൂടുന്നു. അപ്പോൾ നമുക്കതിനെ എങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യാം? ദ ഇനേർഷ്യ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡിപ്പെൻഡ് അപ്പോൺ ഇറ്റ്സ് മാസസ്. When the mass increases, inertia also increases. എന്താണ്? When the mass increases, inertia also increases. ഓക്കെ, ഇപ്പം നമുക്കതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇഫ് എ ടെന്നീസ് ബോൾ ആൻഡ് എ ക്രിക്കറ്റ് ബോൾ ആർ ടു റീച്ച് ദ സെയിം ഡിസ്റ്റൻസ് വെൻ ഹിറ്റ് വിത്ത് എ ക്രിക്കറ്റ് ബോൾ, വാട്ട് ഈസ് ടു ബി ഹിറ്റ് വിത്ത് ഗ്രേറ്റർ ഫോഴ്സ്? എന്താണ്? ഒരു 58.5 ഗ്രാമുള്ള ടെന്നീസ് ബോളുണ്ട്. ദെൻ എന്താണ്? 163 ഗ്രാമുള്ളൊരു ക്രിക്കറ്റ് ബോൾ ഉണ്ടെങ്കിൽ ഇത് രണ്ടിലെ ഏതിനെയാണ് കൂടുതൽ ഫോഴ്സ് അടിച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹിറ്റ് ചെയ്യേണ്ടി വരിക ടു റീച്ച് ദ സെയിം ഡിസ്റ്റൻസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ 58.5 ഗ്രാം എന്ന് പറയുന്നത് 163 ഗ്രാമിനെ അപേക്ഷിച്ച് വളരെ ചെറിയ മാസാണ്. സോ എന്താണ്? നമ്മൾ സെയിം ഡിസ്റ്റൻസ് പോകണമെങ്കിൽ മാസ് കൂടിയതിനെ കൂടുതൽ ഫോഴ്സ് ഉപയോഗിച്ച് ഹിറ്റ് ചെയ്യണം. ഓക്കെ, സോ എന്താണ്? ക്രിക്കറ്റ് ബോൾ ഹാവിങ് 163 ഗ്രാം വെയിറ്റ് എന്ത് ചെയ്യണം? വി ഷുഡ് ഹിറ്റ് ഇറ്റ് യൂസിങ് ഗ്രേറ്റർ ഫോഴ്സ് ഡ്യൂ ടു ദ ഗ്രേറ്റർ മാസ്. ഇത്രയുമാണ് ഇനേർഷ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഫസ്റ്റ് ലോ ഓഫ് മോഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഫസ്റ്റ് ലോ ആയിട്ട് ബന്ധപ്പെട്ട ചില ടെൻഡൻസികൾ അല്ലെങ്കിൽ ഫിനോമിനൻസ് ആണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ മാസും ഇനേർഷ്യയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കി. താങ്ക് യു.